ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലിവിങ് ടുഗദർ എന്ന സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ വിവാഹം ഒരു വികാരപരമായ ബന്ധം മാത്രമല്ല, അതിന് നിയമപരമായ അംഗീകാരവും ഉണ്ട്. ലവ് മാരേജ് ആകട്ടെ അറേഞ്ച്ഡ് മാരേജ് ആകട്ടെ, വിവാഹത്തിന് ധാരാളം അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ലവ് മാരേജുകളിൽ വ്യക്തിഗത തിരഞ്ഞെടുപ്പാണ്, സ്നേഹവും പരസ്പരം മനസ്സിലാക്കലുമാണ് പ്രധാനം. എങ്കിലും പ്രണയ വിവാഹങ്ങൾക്ക് വെല്ലുവിളികൾ ഇല്ലാതില്ല. കുടുംബ പ്രതിഷേധം, ജാതിമത ഭേദങ്ങൾ, സാമ്പത്തിക വ്യത്യാസം എന്നിവ ഈ ബന്ധത്തെ ബാധിച്ചേക്കാം. സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നത്. കമ്മ്യൂണിക്കേഷൻ, യോജിപ്പ്, ഉത്തരവാദിത്തം എന്നിവയുടെ കുറവാണ് കാരണം. അതുപോലെ അറേഞ്ച്ഡ് മാരേജസ് കുടുംബങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ജാതി, സമുദായം, ധനസ്ഥിതി, ജാതകം, സോഷ്യൽ കമ്പാറ്റബിലിറ്റി എന്നിവ പരിഗണിക്കുന്നു. ഈ സമ്പ്രദായം പിന്തുണയും സ്ഥിരതയും നൽകുന്നുവെങ്കിലും മെൻ്റൽ പ്രഷർ ഉണ്ടാകാം. അധികം പേർക്ക് വിവാഹത്തിന് മുമ്പ് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ മാത്രം കാണാൻ അവസരം ലഭിക്കുന്നുള്ളൂ. സ്നേഹബന്ധം പിന്നീട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ പലപ്പോഴും പരാജയം സംഭവിക്കുന്നു. തെറ്റ് സിസ്റ്റത്തിൻ്റേതല്ല, മനുഷ്യരുടേതാണ്. ഇന്ന് കോടതികൾ 2 വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിവാഹമോചന കേസുകളാൽ നിറഞ്ഞിരിക്കുന്നു. ഗാർഹിക പീഡനം, വിവാഹേതര ബന്ധങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ എന്നിവയാണ് സാധാരണ കാരണങ്ങൾ. അറേഞ്ച്ഡ് മാരേജിൽ ഹൊറോസ്കോപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് കപ്പിൾ മാച്ചും ദീർഘായുസ്സും ഉറപ്പാക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ഇതിനെ അന്ധവിശ്വാസമായി കാണുന്നു. നിയമപരമായി ജാതകത്തിന് ഒരു പ്രാധാന്യവുമില്ല. പ്രായോഗികമായി തികഞ്ഞ ജാതക പൊരുത്തങ്ങളുള്ള വിവാഹങ്ങൾ പരാജയപ്പെടുന്നതും പൊരുത്തമില്ലാത്ത വിവാഹങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ജാതകം വിശ്വാസത്തെ നയിക്കുമെങ്കിലും പരസ്പര ബഹുമാനത്തിനും ധാരണയ്ക്കും പരിശ്രമത്തിനും പകരം വയ്ക്കാൻ അതിന് കഴിയില്ല. വിവാഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ പലരും മനുസ്മൃതിയെ ഉദ്ധരിക്കുന്നു. മനുസ്മൃതി മുൻകാലത്തെ സാമൂഹിക മാനദണ്ഡങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥമാണ്. എന്നിരുന്നാലും ഇത് ആധുനിക ഇന്ത്യയുടെ നിയമമല്ല. നമ്മുടെ നിയമവ്യവസ്ഥ നിയന്ത്രിക്കുന്നത് ഭരണഘടന, വ്യക്തിഗത നിയമങ്ങൾ, നിയമപരമായ നിയമങ്ങൾ എന്നിവയാണ്. ആധുനിക ബന്ധങ്ങളിലെ ഇൻഈക്വാലിറ്റി നിയന്ത്രണത്തെയോ ന്യായീകരിക്കാൻ മനുസ്മൃതിയെ ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റും സാമൂഹികമായി ദോഷകരവുമാണ്. മുഹമ്മദീയൻ നിയമപ്രകാരം വിവാഹം ഒരു സിവിൽ കരാറായി കണക്കാക്കപ്പെടുന്നു. സമ്മതം, മനോധൈര്യം എന്നിവ അത്യാവശ്യമാണ്. പാരമ്പര്യങ്ങൾ വ്യത്യാസമാണെങ്കിലും നിയമപരമായ അടിത്തറ കരാറിനും ഉത്തരവാദിത്തത്തിനും ഊന്നൽ നൽകുന്നു. ഇവിടെയും മതപരമായ ധാരണയുടെ ദുരുപയോഗം തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വ്യക്തിഗത നിയമങ്ങൾക്ക് കീഴിലുള്ള നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് അത്യാവശ്യമാണ്. കോടതി മുറികൾക്കുള്ളിലെ കുടുംബ തർക്കങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് ഞാൻ. ഇന്ന് ലിവിങ് ടുഗദർ എന്ന വിഷയം മെട്രോപൊളിറ്റൻ നഗരങ്ങളിലോ ഒരു പ്രത്യേക പ്രായ വിഭാഗത്തിലോ മാത്രമായി പരിമിതപ്പെടുന്ന ഒന്നല്ല. പലർക്കും ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത നിയമപരവും സാമൂഹികപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണിത്. ഗ്രാമസമൂഹങ്ങളിൽ പോലും ലിവിങ് ടുഗദർ ഇപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളെ വിമർശിക്കുകയല്ല, മറിച്ച് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാതെ ആളുകൾ വിവാഹത്തിന് ബദലായി ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുമ്പോൾ നിയമം, സമൂഹം, കുടുംബഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ലിവിങ് ടുഗദർ എന്ന ആശയം പലപ്പോഴും പുരോഗമനപരമായ ഒരു മൈൻഡ് സെറ്റായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയ, സിനിമ, സാമൂഹിക വേദികൾ എന്നിവ അതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കുന്നു. ഉത്തരവാദിത്തങ്ങളും കടമകളും ഇല്ലാതെ ഒരു ജീവിതം നിലനിൽക്കുമെന്നാണ് ഇന്നത്തെ ചെറുപ്പക്കാർ അവകാശപ്പെടുന്നത്. വിവാഹം ഒരു അനാവശ്യ ഭാരമാണെന്നും ലിവിങ് ടുഗദർ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണെന്നും
പലരെയും വിശ്വസിപ്പിക്കുന്നു. എന്നിരുന്നാലും അത്തരം ബന്ധങ്ങൾ തകരുമ്പോൾ ആ ബന്ധത്തിലുണ്ടായ കുട്ടികൾ, സ്വത്ത് എന്നിവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിവാഹമോചനത്തിന് അപേക്ഷിച്ചെങ്കിലും നിയമപരമായി ബന്ധം വേർപെടുത്തി കിട്ടാത്ത ദമ്പതികൾ ഉൾപ്പെടുന്നതാണ് ലിവിങ് ടുഗദർ ബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന ഗ്രൂപ്പ്. ദമ്പതികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതാണ്. ലോക്കൽ അതോറിറ്റിയിലെ രജിസ്ട്രേഷൻ വിവാഹത്തിന് നിയമപരമായ തെളിവ് നൽകുന്നു. ഇതില്ലാതെ പങ്കാളികൾക്ക് അനന്തരാവകാശം, ഇൻഷുറൻസ്, വിസകൾ, മെഡിക്കൽ കൺസെൻറ്റ് പോലും ക്ലെയിം ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ ആകട്ടെ, രജിസ്ട്രേഷൻ ഓപ്ഷണൽ അല്ല, അത് സംരക്ഷണമാണ്. വിവാഹമോചനം വിവാഹത്തിൻ്റെ അവസാനം മാത്രമല്ല, അത് ഒരു പുതിയ നിയമപരമായ സത്വത്തിൻ്റെ തുടക്കമാണ്. വിവാഹമോചനത്തിന് ശേഷം വ്യക്തികളുടെ ആത്മവിശ്വാസം, സാമ്പത്തിക സ്ഥിരത, സാമൂഹിക നില എന്നിവ നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ സാമൂഹിക കളങ്കം നേരിടുമ്പോൾ പുരുഷന്മാർ വൈകാരികമായ ഒറ്റപ്പെടൽ നേരിടുന്നു. വിവാഹമോചനത്തിനെ ഗ്ലാമറൈസ് ചെയ്യാനോ അതിനെ പൈശാചികവൽക്കരിക്കാനോ പാടില്ല. അത് മനസ്സിലാക്കപ്പെടണം. വിവാഹമോചിതരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അസോസിയേഷനുകളുടെയോ ഗ്രൂപ്പുകളുടെയോ രൂപീകരണമാണ് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പുതിയ പ്രവണത. ഈ അസോസിയേഷനുകൾ വൈകാരിക പിന്തുണ, കൂട്ടുകെട്ട്, ധാരണ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. അത്തരം ഗ്രൂപ്പുകളിലെ പലരും പുനർവിവാഹം ചെയ്യുന്നതിനേക്കാൾ ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുന്നു. ഇത് ആഴത്തിലുള്ള ഒരു സത്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ പ്രൊഫഷണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ലിവിങ് ടുഗദർ ഏറ്റവും അപകടകരമായ ജീവിത രീതികളിൽ ഒന്നാണ്. ഇന്ത്യയിൽ വിവാഹമോചന കേസുകൾക്ക് വർഷങ്ങളെടുക്കും. ഈ കാലയളവിൽ തങ്ങൾ വൈകാരികമായി വേർപിരിഞ്ഞതിനാൽ പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ദമ്പതികൾ കരുതുന്നു. എന്നാൽ നിയമപരമായി ഈ തീരുമാനം തെറ്റാണ്. ഒരു കോടതി വിവാഹമോചന ഉത്തരവ് നൽകുന്നതുവരെ വിവാഹം നിലനിൽക്കുന്നു. ഈ കാലയളവിൽ ഒരു ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടികളുടെ കസ്റ്റഡി, ഭാവിയിലെ പുനർവിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന നിലയിൽ ആരംഭിക്കുന്ന ഇത്തരം ബന്ധങ്ങൾ പലപ്പോഴും ലീഗൽ കോംപ്ലിക്കേഷൻസിലാണ് അവസാനിക്കുന്നത്. കുടുംബ കോടതിയിൽ വന്ന ഒരു കേസിൽ പൊരുത്തക്കേട് കാരണം ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു. ഏകദേശം 5 വർഷത്തോളമായി കേസ് കെട്ടിക്കിടക്കുകയായിരുന്നു. ഈ കാലയളവിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. അവളെ തൻ്റെ പങ്കാളിയായി പരസ്യമായി അവതരിപ്പിച്ചു. വിവാഹമോചന കേസ് ഇതിനകം ഫയൽ ചെയ്തതിനാൽ വിവാഹം ഫലത്തിൽ അവസാനിച്ചുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ നിയമപരമായി വിവാഹം അപ്പോഴും സാധ്യതയുള്ളതായിരുന്നു. ഭാര്യ പിന്നീട് അവൻ്റെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തപ്പോൾ കോടതി അയാളുടെ ജീവിത രീതിയെക്കുറിച്ച് ഗൗരവമായി ശ്രദ്ധിച്ചു. ഭാര്യയ്ക്ക് അനുകൂലമായ രീതിയിൽ വിധി വരികയും ചെയ്തു. ഭീമമായ തുകയാണ് അയാൾ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത്. നിയമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വൈവാഹിക തർക്കത്തെ എങ്ങനെ കൂടുതൽ വഷളാക്കുമെന്ന് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായും ലിവിങ് ടുഗദറിൽ ചില ഗുണങ്ങളുമുണ്ട്. വിവാഹത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. വിവാഹമോചന നടപടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലിവിങ് ടുഗദറിൽ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ എളുപ്പമാണ്. പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രായമായ വ്യക്തികൾ തമ്മിലുള്ള ലിവിങ് ടുഗദർ ചില സാഹചര്യങ്ങളിൽ സാമൂഹിക സമ്മർദ്ദമില്ലാതെ വൈകാരിക പിന്തുണ നൽകിയേക്കാം. എന്നിരുന്നാലും 2 വ്യക്തികളും പക്വതയുള്ളവരും അറിവുള്ളവരുമായിരിക്കുമ്പോൾ മാത്രമേ ഈ ബന്ധം നിലനിൽക്കൂ. നിർഭാഗ്യവശാൽ ഒരു പാർട്ട്ണർ ബന്ധത്തെ താൽക്കാലികമായി കാണുകയും മറ്റൊരാൾ അതിനെ സ്ഥിരമായി കാണുകയും ചെയ്യുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ലിവിങ് ടുഗദറിൻ്റെ പോരായ്മകൾ കോടതികളിൽ കൂടുതൽ കാണാവുന്നതാണ്. നിയമപരമായ സംരക്ഷണത്തിൻ്റെ അഭാവമാണ് ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിലൊന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അത്തരം ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ ബന്ധത്തിൻ്റെ സ്വഭാവവും ദൈർഘ്യവും തെളിയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അവകാശവാദങ്ങൾ, സ്വത്തവകാശങ്ങൾ, സാമൂഹിക അംഗീകാരം എന്നിവ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു. അത്തരം ബന്ധങ്ങളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക്
വ്യക്തിത്വ പ്രശ്നങ്ങൾ, അനന്തരാവകാശ തർക്കങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്വാഭാവികം. വൈകാരിക ചൂഷണം മറ്റൊരു പ്രധാന ആശങ്കയാണ്. അവിടെ ഒരു പങ്കാളി ഉത്തരവാദിത്തം ഒഴിവാക്കിക്കൊണ്ട് ലിവിങ് ടുഗദറിൻ്റെ നേട്ടങ്ങൾ ആസ്വദിക്കുന്നു. കാലക്രമേണ അത്തരം രീതികൾ കുടുംബത്തെ ദുർബലപ്പെടുത്തുകയും ധാർമ്മികവും സാമൂഹികവുമായ കടമകളെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കേസിൽ ഏകദേശം 8 വർഷത്തോളം ദീർഘകാല ലിവ് ഇൻ ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീ കോടതിയെ സമീപിച്ചു. അവൾ ജോലി ഉപേക്ഷിച്ച് വീട് കൈകാര്യം ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയെപ്പോലെ ജീവിക്കുകയും ചെയ്തു. ആ ബന്ധം പെട്ടെന്ന് അവസാനിച്ചപ്പോൾ അവൾക്ക് സാമ്പത്തിക പിന്തുണ ഇല്ലായിരുന്നു. അവൾ ഒരിക്കലും തൻ്റെ ഭാര്യയെ അല്ലെന്ന് നിഷേധിച്ച ആ മനുഷ്യൻ അവൾക്ക് യാതൊരു സാമ്പത്തിക സഹായവും നൽകില്ലെന്ന് തീർത്തും പറഞ്ഞു. ആ സ്ത്രീ അയാളുടെ ആശ്രിതയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഇല്ലാത്തതായിരുന്നു കോടതിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നിയമപരമായ സുരക്ഷയില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന പലപ്പോഴും ഒരു പങ്കാളിയെ, സാധാരണയായി സ്ത്രീയെ, ദുർബലമായ അവസ്ഥയിൽ എത്തിക്കുന്നതെങ്ങനെയെന്ന് ഈ കേസ് എടുത്തു കാണിക്കുന്നു. ലിവ് ഇൻ ബന്ധങ്ങളിൽ ജനിച്ച കുട്ടികൾക്കുള്ള കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ വേർപിരിഞ്ഞതിന് ശേഷം 2 മാതാപിതാക്കളും പരസ്പരം കുറ്റപ്പെടുത്തുകയും ഉത്തരവാദിത്തം ഒഴിവാക്കുകയും ചെയ്തു. മാതാപിതാക്കൾക്ക് യോജിക്കാനോ സഹകരിക്കാനോ കഴിയാത്തതിനാൽ കുട്ടിയുടെ സ്കൂൾ പ്രവേശനം, തിരിച്ചറിയൽ രേഖകൾ, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ പോലും പ്രശ്നങ്ങളായി. ആത്യന്തികമായി കുട്ടി മുതിർന്നവരുടെ തീരുമാനങ്ങളുടെ നിശബ്ദ ഇരയായി. ലിവിങ് ടുഗദർ സൗകര്യപ്രദമായ ഒരു തിരഞ്ഞെടുപ്പായി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അപൂർവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം ഒരു കരാറായി മാത്രമല്ല, ഒരു വിശുദ്ധ ബന്ധമായും കണക്കാക്കപ്പെടുന്നു. നിയമം ബഹുഭാര്യാത്വം വ്യക്തമായി നിരോധിക്കുകയും നിയമപരമായി സാധുവായ വിവാഹങ്ങൾ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്നു. ലിവിങ് ടുഗദർ നിലവിലുള്ള വിവാഹത്തെ പിരിച്ചുവിടുകയോ വിവാഹത്തിന് തുല്യമായ അവകാശങ്ങളും കടമകളും സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. ദീർഘകാല ലീവ് ഇൻ ബന്ധങ്ങളിൽ സ്ത്രീകൾക്ക് കോടതികൾ പരിമിതമായ സംരക്ഷണം നൽകിയേക്കാമെങ്കിലും ഇത് പൂർണ്ണമായ അംഗീകാരമായി തെറ്റിദ്ധരിക്കരുത്. സാധുവായ വിവാഹത്തിനോ കോടതി അനുവദിച്ച വിവാഹമോചനത്തിനോ മാത്രമേ നിയമപരമായ സ്ഥാനമുണ്ടാകൂ എന്ന് നിയമത്തിൽ വ്യക്തമാണ്. സമൂഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒന്നിലധികം വിവാഹങ്ങൾ, കോമൺ വൈഫ് എന്ന ആശയം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സഹോദരന്മാർക്കിടയിൽ പങ്കിടുന്ന രീതി തുടങ്ങിയ സമ്പ്രദായങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവ ആചാരങ്ങളോ പാരമ്പര്യങ്ങളോ ആയി ന്യായീകരിക്കാമെങ്കിലും ആധുനിക ഇന്ത്യൻ നിയമത്തിൽ അവയ്ക്ക് നിയമപരമായ അംഗീകാരമില്ല. ഇത്തരം കേസുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സ്വത്ത് തർക്കങ്ങൾ, പിന്തുടർച്ചാവകാശ പ്രശ്നങ്ങൾ എന്നിവ സ്ഥിരം പ്രശ്നങ്ങളായി മാറുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ആദ്യ വിവാഹം നിയമപരമായി പിരിച്ചുവിടാതെ 2 തവണ വിവാഹം കഴിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. അയാൾ ഇതെല്ലാം തൻ്റെ കമ്മ്യൂണിറ്റിയിലെ പതിവ് സമ്പ്രദായമായി ന്യായീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം സ്വത്ത് തർക്കങ്ങൾ ഉടലെടുത്തപ്പോൾ 2 സ്ത്രീകളും വൈവാഹിക അവകാശങ്ങൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. 2 ബന്ധങ്ങളിൽ നിന്നുമുള്ള കുട്ടികളെ നീണ്ട കോടതി വ്യവഹാരത്തിലേക്ക് വലിച്ചിഴച്ചു. നിയമപരമായി വിവാഹിതയായ ഭാര്യയ്ക്കും അവളുടെ കുട്ടികൾക്കും മാത്രമേ പൂർണ്ണ അംഗീകാരം ലഭിക്കൂ എന്നതിൽ രണ്ടാം ഭാര്യയ്ക്ക് നിയമത്തിൻ്റെ പിന്തുണ ലഭിച്ചില്ല. വിവാഹിതരായ ദമ്പതികൾ പരസ്പരം പങ്കാളികളെ കൈമാറുന്ന അസ്വസ്ഥത ഉളവാക്കുന്ന പ്രവണതകളും ഈയിടെയായി കണ്ടുവരുന്നുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഇത്തരം ബന്ധങ്ങൾ നിയമപരമായി സാധുതയുള്ളതോ സാമൂഹികമായി ആരോഗ്യകരമോ അല്ല. ഈ രീതികൾ കുടുംബത്തിൻ്റെ സ്ഥിരതയെ നശിപ്പിക്കുകയും കുട്ടികളിൽ ദീർഘകാല മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിയമം നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് മാത്രമല്ല, സമൂഹത്തിനുള്ളിലെ അന്തസ്സും ഉത്തരവാദിത്വവും സംരക്ഷിക്കുന്നതിനുമാണ്. തമിഴ്നാട്ടിലെ തായ്മാമൻ വിവാഹം പോലുള്ള ആചാരങ്ങളിലേക്ക് വരുമ്പോൾ പരമ്പരാഗതവും ആധുനികവുമായ രീതികളിലൂടെ അവയെ കാണേണ്ടത് പ്രധാനമാണ്. പരമ്പരാഗതമായി കുടുംബസ്വത്ത് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയും കുടുംബത്തിനുള്ളിൽ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടെയും അത്തരം വിവാഹങ്ങൾ നടത്തിയ കേസുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഈ രീതി വളരെ സഹായകരമായി കാണപ്പെട്ടിരുന്നു.
എന്നിരുന്നാലും ആധുനിക വൈദ്യശാസ്ത്രവും ഇത്തരത്തിലുള്ള വിവാഹങ്ങളുടെ ഗുരുതരമായ പോരായ്മകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അടുത്ത രക്തബന്ധങ്ങൾ വിവാഹം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന കുട്ടികളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇന്ന്. നിയമവും മെഡിസിനും അത്തരം വിവാഹങ്ങളെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നു. ആധുനിക മെഡിക്കൽ സയൻസ് അപകട സാധ്യതകൾക്കെതിരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുമ്പോൾ പാരമ്പര്യം തുടരണമോ എന്ന ചോദ്യം ചെയ്യാൻ ഈ കേസുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. കാര്യമായ പ്രായ വ്യത്യാസത്തോടെ ഒരു യുവതി അമ്മാവനുമായി വിവാഹം കഴിച്ച ഒരു കേസുണ്ടായിരുന്നു. കുടുംബം ഇത് ആചാരമാണെന്ന് ന്യായീകരിച്ചെങ്കിലും തൻ്റെ സമ്മതത്തോടെയല്ല ഈ വിവാഹം നടത്തിയെന്നും വൈകാരിക വിഷമവും ചൂണ്ടിക്കാട്ടി യുവതി പിന്നീട് കോടതിയെ സമീപിച്ചു. അവൾക്ക് ഒരിക്കലും ഒരു ചോയ്സ് നൽകപ്പെട്ടിരുന്നില്ല. ആ വിവാഹം ഒടുവിൽ തകർന്നു. അവൾക്ക് പരിമിതമായ വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുറന്നുള്ള ജീവിതം അവൾക്ക് വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. ആചാരങ്ങൾ അന്ധമായി പിന്തുടരുന്നത് ദീർഘകാല ദോഷത്തിന് കാരണമാകുന്നത് എങ്ങനെയെന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു. ലിവിങ് ടുഗദർ പോലുള്ള ബന്ധങ്ങളിൽ എൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ലിവിങ് ടുഗദർ എന്നത് തകർന്ന ബന്ധങ്ങൾക്കുള്ള പരിഹാരമല്ല. അത് നിയമപരമായ വ്യക്തതയ്ക്ക് പകരമാവുകയുമില്ല. വിവാഹം കേവലം ഒരു സാമൂഹിക ആചാരം മാത്രമല്ല, അത് അവകാശങ്ങളുടെയും കടമകളുടെയും ഉത്തരവാദിത്തത്തിൻ്റെയും ബന്ധമാണ്. ലീഗൽ പ്രോസസ്സ് ഒഴിവാക്കാൻ എടുക്കുന്ന കുറുക്കുവഴികൾ പലപ്പോഴും കൂടുതൽ സങ്കീർണതയിലേക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം ബന്ധങ്ങളിൽ കാലെടുത്ത് വയ്ക്കുന്നത് ദീർഘവീക്ഷണത്തോടെ ആയിരിക്കണം. ഒരു വിവാഹം ശരിക്കും തകർന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അത് നിയമപരമായി അവസാനിപ്പിച്ചിരിക്കണം. അമിതമായ ബന്ധങ്ങൾ നിയമപരമായ കുഴപ്പങ്ങൾ, ഇമോഷണൽ ഡാമേജ് എന്നിവ സൃഷ്ടിക്കുന്നു. സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനല്ല, മറിച്ച് നീതി, അന്തസ്സ്, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കാനാണ് നിയമം നിലവിലുള്ളത്. ലിവിങ് ടുഗദർ എന്നത് ഒറ്റ നോട്ടത്തിൽ ലളിതമായി തോന്നാം, പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ സങ്കീർണവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് മിക്ക ആളുകളും നിയമം ലംഘിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നിരുന്നാലും ഒരു വിഷയം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിയമപരമായ വസ്തുതകൾക്കാണ് പ്രാധാന്യം. വൈകാരികമായ ന്യായീകരണങ്ങളല്ല, തെളിവുകളും രേഖകളുമാണ് നിയമം പരിശോധിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത സ്വാതന്ത്ര്യം ക്രമക്കേടിലേക്ക് നയിക്കുകയും കടമകളില്ലാത്ത അവകാശങ്ങൾ കുടുംബങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് നിയമപരമായ അറിവ്, ധാർമ്മിക ഉത്തരവാദിത്തം എന്നിവ അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തിപരമായ സ്വാതന്ത്ര്യവും സാമൂഹിക ഉത്തരവാദിത്വവും സന്തുലിതമാകുമ്പോൾ മാത്രമേ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഭാവി തലമുറകളും സംരക്ഷിക്കാൻ കഴിയൂ. ഓരോ തലമുറയും അവരുടേതായ മാതൃകകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഉത്തരവാദിത്തം ഒരിക്കലും സൗകര്യത്താൽ മാറ്റിസ്ഥാപിക്കരുത്. നിങ്ങൾ വിവാഹം തിരഞ്ഞെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിലും അത് ബോധപൂർവം അറിവുള്ളതും മാന്യവുമായ തിരഞ്ഞെടുപ്പായിരിക്കട്ടെ. നിങ്ങൾ നിയമത്തിൻ്റെ അതിരുകളെ മാനിക്കുമ്പോൾ മാത്രമേ അതിന് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ. ബന്ധങ്ങൾ വളരുന്നത് പ്രവണതകളിലല്ല, മറിച്ച് പ്രതിബദ്ധത, സത്യസന്ധത, ഉത്തരവാദിത്തം എന്നിവയിലാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്.